അന്തരീക്ഷങ്ങൾ വളരെ ശരിയാക്കണം. നമ്മുടെ കുട്ടികളുടെ കോൺഫിഡൻസ് പോകുന്നത് അവിടെയാണ്. നമ്മുടെ ഉമ്മമാർ, ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, നമ്മളെ ഉമ്മമാർ, ഈ ഉമ്മമാരുടെ പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോ 4:30 മണിക്ക് സ്കൂൾ വിടും, 4:45 5 മണിക്ക് വീട്ടിലെത്തും. വീട്ടിലെത്തുന്ന സമയത്ത് ഉമ്മാനെ കാണാനാ ഓടുക. കാരണം ഉമ്മ ഉണ്ടാക്കി വെക്കണ അരിമണി വറുത്തതും ചായ ഉണ്ട്, അതൊരു വല്ലാത്ത ചായയാണ്. ഈ ലോകത്തിൽ ഏറ്റവും വില കൂടിയ കോഫി സ്റ്റാർബക്സിന്റെ കോഫിയാണ്. 3500 4000 ഒക്കെ ഒരു കോഫിക്ക് വിലയുണ്ട്, അവരുടെ സ്റ്റാൻഡേർഡ് കോഫിക്ക്. ഞാനത് കുടിച്ചിട്ടുണ്ട്. ഞാൻ പൈസ കൊടുത്ത് കുടിച്ചതല്ല, ഈ കോഫി എനിക്ക് സുഹൃത്തുക്കൾ വാങ്ങി തന്നിട്ടുണ്ട് പരിപാടിക്കൊക്കെ പോകുമ്പോ. ആ സ്റ്റാർബക്സ് കോഫിനേക്കാളും ടേസ്റ്റ് ഉള്ള ചായ ഈ ദുനിയാവിൽ ഏതാന്ന് ചോദിച്ചാല് ഉമ്മ ഉണ്ടാക്കി തന്നെ അരിമണി വറുത്തതും തേങ്ങ ചേർന്ന ചായയാണ്. അത് 4000 രൂപയുടെ കോഫിയേക്കാൾ അപ്പുറത്താണ്. അങ്ങനെ സ്കൂളിട്ട് വരുമ്പോ ഉമ്മ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളത് കുടിച്ചിട്ടാണ് പിന്നെ കളിക്കാനൊക്കെ പോവുക, അസറൊക്കെ നിസ്കരിച്ചിട്ട്. ഇന്ന് കുട്ടികൾ സ്കൂള് വിട്ട് വരുമ്പോ ഒരു വലിയ ബാഗും കൊണ്ടാ വരുന്നത്. ബാഗ് വെക്കണ ഒച്ച നമ്മള് കേൾക്കുണ്ടാവും, ചോറ്റും പാത്രം വെക്കണ ഒച്ച നമ്മള് കേൾക്കുണ്ടാവും. അപ്പോൾ ഉമ്മ അപ്പുറത്തുനിന്ന് തോണ്ടി കളിച്ച കണക്കാരും ഫേസ്ബുക്കും വാട്സപ്പും കുന്തവും. കാരണം മകൻ വരുന്നത് കാണുന്നില്ല. എന്നിട്ട് ഉമ്മാക്ക് ചായാട്ടീൻ അവിടെ ഉണ്ടാവും, എടുത്ത് കുടിച്ചോ, പഠിക്കണയിൽ അപ്പുറത്തിരിക്കണുണ്ടെന്ന് ഉമ്മ പറയാൻ. ഇതിനൊരു ഹോട്ടലിലെ ഒരു സപ്ലയർ മതി. ഹോട്ടലിലെ സപ്ലയർ. ഉമ്മാര് എന്ന് പറഞ്ഞ കുട്ടികളെ പിടിച്ച മുത്തം വെക്കാനുള്ള ആൾക്കാരാണ്. ഉമ്മാര് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നെഞ്ചിൽ ചേർക്കാനുള്ള ആൾക്കാരാണ്. ഞാൻ ഇന്നൊരു പെൺകുട്ടി എന്നെ വിളിച്ചു, PG ക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഞാൻ ഉമ്മനായിട്ട് ഭയങ്കര പ്രശ്നമാണ്, എങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു, നീ ഉമ്മനെ മുത്തം വെച്ചിട്ട് എത്ര കാലായിക്കണമെന്ന് ചോദിച്ചു. അതെനിക്ക് ഓർമ്മേനില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഇന്ന് ഈ പോയിട്ട് എന്താക്കണം, ഉമ്മക്കൊരു മുത്തം കൊടുക്കണം. നെറ്റിയിൽ ഉമ്മാരെ നെറ്റിയുണ്ടല്ലോ അവിടെ. അല്ലാതെ ഉമ്മാര് മക്കൾക്ക് മാത്രം ഉമ്മ കൊടുക്കുക എന്നുള്ള പരിപാടിയല്ല. തിരിച്ച് ഉമ്മാർക്ക് അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കുമ്പോ ഉമ്മാരുടെ മനസ്സൊന്ന് അലിയും. അങ്ങനെ ഒരു മുത്തത്തിന്റെ ലോകം കൂടി നമ്മളൊന്ന് തുറന്നു വെക്കിൻ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഉമ്മാര് മുത്തേ കൊടുക്കണില്ല. അവർക്കൊരു 16-17 വയസ്സായ നമ്മളെ ധാരണത കെട്ടിക്കാരായി ഇതപ്പ വരും, അങ്ങോട്ടാവും ഇങ്ങോട്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, ആണ്ട് പോവാളാട്ടാ, അമ്മോശൻ അങ്ങനെട്ടാ, അമ്മായിയും എങ്ങനെട്ടാ. അവസാനം കല്യാണം ആകുമ്പോ കുട്ടികൾക്ക് പോകാനൊരു പേടിയും. കാരണം എന്റെ അമ്മോശൻ അമ്മായിമ്മ എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു കുട്ടൂസന്റെ ഡാഗനിന്റെ മാതിരി ഉണ്ടാവുന്ന കുട്ടികളാണ് തീരുമാനിക്കുന്നത്. നേരെ മറിച്ചിട്ട് അതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ സ്നേഹത്തോടു കൂടി നടക്കണ്ടേ, സ്നേഹത്തോടു കൂടി അവരെ അടുപ്പിക്കണ്ടേ. കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ ഒരു പുരോഗതി നമുക്ക് വരുത്തണ്ടേ, നിങ്ങൾ പറ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ പുരോഗതിയിലേക്ക് എത്തുക. നമ്മുടെ കുട്ടികൾക്ക് ഉദാഹരണത്തിന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഇവിടെ ബിസിനസ്സുകാരും കച്ചവടക്കാരും ഗൾഫിൽ ജോലിയുള്ളവരൊക്കെ ഉണ്ടാവും. ഞാൻ പറയാ, നമ്മൾ ആരെങ്കിലും ബിസിനസ്സുകാരുണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തം ഉമ്മാനെ പിടിച്ച് പാർട്ട്ണറാക്കണം. ഉമ്മാനെ പിടിച്ചിട്ട് എന്താക്കണം, ഉമ്മയുടെ കണക്ക് വയ്ക്കാനും MD ഇരിക്കാനൊന്നും വരൂല. ആ സാധു അടുക്കളയിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഉമ്മാക്ക് എല്ലാ മാസം ഒരു 5000-10000 നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ. ആ കൊടുക്കേണ്ടി വരുന്ന സാധനം മാന്യമായിട്ട് നമ്മളെ ബിസിനസ് എന്ന് വരട്ടെ, നമ്മളെ ബിസിനസ് എന്ന്. ഉമ്മ ഇസ്സത്തോട് കൂടിയിട്ട് അത് വാങ്ങിക്കട്ടെ. ഉമ്മ നമ്മുടെ പാർട്ട്ണറാണ്. നമ്മുടെ ഉമ്മയാണ് എല്ലാ ഹിദ്മത്തും ചെയ്തു കൊടുക്കുന്നതോടുകൂടി ഇസ്സത്തോട് കൂടിയിട്ട്. വാപ്പമാർ ഇതേപോലെ പ്രായം ചെന്ന വാപ്പാര് നമ്മളെ വീട്ടിലിരിക്കണ്ടോ. ഞാൻ കുട്ടികളോടെ യുവാക്കളോടെ പറഞ്ഞത്, വാപ്പാരോടുള്ള ബന്ധം എത്രത്തോളം വേണമെന്ന് ചോദിച്ചാൽ, എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് കോഴിക്കോട്, ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എന്റെ മനസ്സിന്ന് പോകുന്നില്ല. മോന് അവൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടി, നല്ല ദീനിയായ മോനാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ആ കുട്ടിനെ. അവന് B.Tech ഒക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടി, 25000 രൂപ ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പോ ഉമ്മാന്റെ അടുത്താണ് കൊടുന്നു കൊടുക്കണത്. എന്നിട്ട് പറയാണ്, ഉമ്മ നിങ്ങളിത് ഇപ്പാക്ക് കൊടുത്താളിട്ടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഉമ്മ പറയാണ് എന്തെന്നറിയാം, മോനെ ഇയ്യന്നാട് കൊടുത്താൾടാ, വാപ്പാക്ക് വല്ലാത്ത സന്തോഷാവും. ആദ്യം കിട്ടിയ ശമ്പളല്ലേ, അതാണ് കിട്ടുമ്പോ നല്ല സന്തോഷാവും. അപ്പൊ ഈ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ, നല്ല ടോപ്പ് റേഞ്ചിൽ B.Tech പാസ്സായ വലിയ കമ്പനിയിൽ ജോലിയുള്ള അവൻ പറഞ്ഞ എന്താണെന്നറിയോ, തുടക്ക ജോലി ആയതുകൊണ്ട് 25000, കുറച്ച് കഴിഞ്ഞ് അങ്ങനെ കയറി പോവും. ഈ സംഭവം കിട്ടിയ മോൻ പറഞ്ഞത്, ഉമ്മ എന്റെ ഉപ്പ ചെറുപ്പത്തിൽ എനിക്ക് മിഠായിക്ക് പൈസ തരുമ്പോ, എനിക്ക് ഇങ്ങനെ വേറെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പുസ്തകത്തിനും ഇതിനൊക്കെ പൈസ തരുമ്പോ എന്റെ ഉപ്പാന്റെ കൈ മുകളിലും എന്റെ കൈ താഴെയായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടം. ഇന്ന് ആ ശമ്പളം തിരിച്ചു കൊടുക്കുമ്പോ എന്റെ കൈ മുകളിലായി പോകും, എന്റെ ഉപ്പാന്റെ കൈ താഴെയായി പോകും. അതുകൊണ്ട് എനിക്കത് പറ്റൂല ഉമ്മ. എന്റെ ഉപ്പ എന്നും ഉയർന്നു നിൽക്കട്ടെ. എന്റെ ഉപ്പ എന്റെ മാസ്റ്ററാണ്, എന്റെ ഉപ്പ എന്റെ ലീഡറാണ്, എന്റെ ഉപ്പ എന്റെ ഏറ്റവും വലിയ മനുഷ്യനാണ്. ആ ഒരു അവസ്ഥയിൽ പിതാവിനെ കാണുന്ന മക്കൾക്ക് അള്ളാഹു വലിയ ഉയർച്ച കൊടുക്കും.
മക്കളെ ശകാരിച്ചു വല്ലാണ്ട് ഇടങ്ങറാക്കുന്നതിന് പകരം എനിക്കറിയാവുന്ന വലിയൊരാള്, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി വലിയ ആലിമായൊക്കെ വന്നു, ഒരു ഉദവിനെ പോലെ പറഞ്ഞ പോലെയൊക്കെ അങ്ങനെ ഹുദവിയായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആലിമായി വന്നു എന്ന് വെക്കുക. ഉദവിയല്ല, അവിടുത്തെ ആലിം കോഴ്സ് കഴിഞ്ഞ് വന്നു. പക്ഷെ അദ്ദേഹം ഒരു ദിവസം പള്ളിയിലേക്ക് ഇറങ്ങുമ്പോ തൊപ്പിയിട്ടിട്ടില്ല. അപ്പൊ വാപ്പയും കൂടെ, വാപ്പി ഇതേമാതിരി ഹാഫിദ് ആലിമൊക്കെ തന്നെയാണ്, വാപ്പ കൂടെ തൊപ്പിയിട്ടിട്ടില്ല. കാരണം സൗത്ത് ആഫ്രിക്കയിൽ പോയി പഠിച്ചു വന്നതുകൊണ്ടാവും ചിലപ്പം കുറച്ചൊരു തൊപ്പിയിടാതെ അങ്ങനെ ഇറങ്ങി. ആ സമയത്ത് വാപ്പാക്ക് തോന്നി അതൊരു മോശമല്ലേ എന്ന്. കാരണം പള്ളിയിൽ ഇമാമത്ത് ചിലപ്പോൾ വന്ന് നിൽക്കേണ്ടി വരും പോയാല്. ആ സമയത്ത് വാപ്പ പോയിട്ട് തൊപ്പിയിടുന്നല്ല പറഞ്ഞത്. സക്കരിയ എന്ന മോനോട് പറഞ്ഞ, പിന്നെ വാപ്പ മരിച്ചതിന്റെ ശേഷമാണ് നമ്മളോട് ഇത് പറഞ്ഞ് കരയണത്. വാപ്പ വളരെ പ്രശസ്തനാട്ടോ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ തൊപ്പി ഊരിയിട്ട് മോൻകിട്ടുകൊടുത്ത് എന്നിട്ടാണ് ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നു. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ വാപ്പ പോയിട്ട് വേറെ തൊപ്പിട്ടിട്ട് വരികയാണ്. അതിനുശേഷം ഇവൻ പറയാണ്, എപ്പോഴും ഈ രംഗം ഇങ്ങനെ ഓർമ്മ വരും, വാപ്പ എന്നോട് പ്രവർത്തിച്ച ഒരു വല്ലാത്ത രീതി. ദൈവബന്ധിൽ വലിയൊരു ആലിമുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പഠിപ്പിക്കുമ്പോ അന്നത്തെ വിദ്യാർത്ഥി എഴുതി വെക്കണം, ആ വിദ്യാർത്ഥി ലോക പ്രശസ്തനാണ്. ആ വിദ്യാർത്ഥി പറയാണ്, അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കുമ്പോ പലകയിലായിരുന്നു അന്ന് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നതൊക്കെ. ആ സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്യുമ്പോ ഈ പലകൊക്കെ നനയൊക്കെ ചെയ്യും. ഞങ്ങൾ എല്ലാവരും പലകിട്ടോണ്ടോടി, പലകിട്ടിട്ട് അങ്ങോട്ട് ഓടി അങ്ങോട്ട് മദ്രസയിലേക്ക്, അന്നത്തെ ഇതിലേക്ക്. കാസിമി ബിന്നവരൊക്കെ അവിടെ നിന്നാണ് എടുക്കുക. ഏതായിരുന്നാലും ഓടിയപ്പോ ഈ മനുഷ്യ പലകകളൊക്കെ ഇങ്ങനെ പെറുക്കി നെഞ്ചോട് ചേർത്തിട്ട് ആ മഴയും കൊണ്ട് ഇങ്ങനെ വരുന്ന രംഗം ഇന്നും നമ്മുടെ മനോമുകുരത്തിലുണ്ട് എന്ന് പിന്നീട് ഗ്രന്ഥം എഴുതിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ദാറുൽ ഹുദയിലൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഈ പിന്നീട് എഴുതിയ ആളുടെ ഗ്രന്ഥം, ആ ഗ്രന്ഥകർത്താവ് പറയാണ്, ആ രംഗം നമ്മുടെ മനസ്സിന്ന് പോയില്ല എന്ന്. അതുകൊണ്ട് വാപ്പ എന്ന് പറയുമ്പോ, ഉമ്മ എന്ന് പറയുമ്പോ ബലം പിടിച്ചു നിൽക്കൽ മാത്രമല്ല, കുട്ടികൾക്ക് സോഫ്റ്റായി നിന്ന് കൊടുക്കണം നമ്മൾ. ഞാൻ കുട്ടികളുടെ പക്ഷം പറയല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ, പ്രായം ചെന്നവർ ക്ഷമിക്കണം കേട്ടോ, പിതാവ് എന്നാണ് അങ്ങനെ ഒലക്കമുട്ടി പോലെ ഇരിക്കരുത്. പകരം ഏതെങ്കിലും ഒരു ഞായറാഴ്ച വരുമ്പോ തൊട്ടടുത്ത് ഏതെങ്കിലും കോളുണ്ടെങ്കിൽ നമ്മുടെ ആൺകുട്ടികളെയും കൊണ്ട് കുളിക്കാൻ വേണ്ടി പോകണം. മുതിർന്ന പെൺകുട്ടികളെയും കൊണ്ടൊന്നും ഇപ്പൊ നമുക്ക് പബ്ലിക്കായിട്ട് കുളിക്കാൻ പോകാൻ പറ്റില്ല. ഏതായിരുന്നാലും കുട്ടികളെയും കൊണ്ട് പോകണം. എന്നിട്ട് നമ്മളെ 3 ആൺമക്കളും കൂടി വാപ്പാനെ കുളത്തേക്ക് പിടിച്ചുന്തണം, വാപ്പ മക്കളെ പിടിച്ചുന്തണം. അപ്പോഴെ വാപ്പയും മക്കളും തമ്മിലൊരു വല്ലാത്ത ബന്ധം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും നമ്മൾ കുറച്ചൊരിത് കാണിക്കേണ്ടത്. ആരാ കാണിക്കേണ്ടത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് മുഖം ഗൗരവമായി നിൽക്കും. ചിലയിടത്തേക്ക് ആളുകൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, അവിടെ നിൽക്കണം നിങ്ങൾ, അതുകൊണ്ട് അവരെ തടഞ്ഞു വെക്കണമെന്ന് പറയുന്നത് വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോ ആ ഗൗരവക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഞാൻ ഇങ്ങനെ നോക്കി വരും. വീട്ടിലെത്തുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയെ പുറത്തിരുത്തിയിട്ട് ആനയായി കളിപ്പിക്കുമായിരുന്നു. അവിടെ മസ്ജിദുൻ നബവിയിൽ അങ്ങനെ ഒരു വിഷയം നടന്നതായി വീട്ടിൽ ഒരിക്കലും അത് അങ്ങനെ ആ ഒരു രീതി കാണിക്കുകയേ ചെയ്യില്ലായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഇവിടെ നമ്മൾ മക്കളോട് സോഫ്റ്റ് ആയിട്ട് നിന്നാലേ മക്കൾ നമ്മളോട് നല്ല രീതിയിൽ നിൽക്കൂ. എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൂ, എന്റെ സമയം ഏകദേശം, കാരണം അസ്ര നിസ്കരിക്കണം, ഇപ്പോ നദീബി സാഹിബ് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ പ്രിയങ്കരനായ ഒരിക്കൽ ജില്ലയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ UNOയിൽ വരെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയുണ്ടായി. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ചെമ്മാട്ടുകാരനായ തിരൂരങ്ങാടിക്കാരൻ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ സഹോദരൻ അദ്ദേഹത്തിന്റെ അനുജൻ എങ്ങനെ പഠിപ്പിക്കണമെന്നറിയോ? ഗ്ലോബ് കൊണ്ടുവന്നെടുത്ത് ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച് ഈ അനിയനെ മുഴുവൻ വളർത്തിയെടുക്കുക. ഞാൻ ആ ജേട്ടനോട് ചോദിച്ചു, നിങ്ങൾ ഇവൻ എന്താക്കാനാ താല്പര്യം? പിന്നെ സിവിൽ സർവീസ് അത് കഴിഞ്ഞിട്ടുന്നത്. ആ കുട്ടിക്ക് ആകെ 9 വയസ്സായിട്ടുള്ളൂ. ഞാൻ ചെമ്മാട് ഒരു പരിപാടിയിൽ വെച്ചിട്ട് ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച്, ഞാൻ സ്റ്റേറ്റ് പറയും, അവൻ നേഷൻ പറയും, അഥവാ രാജ്യം പറയും. ഞാൻ രാജ്യം പറയും, അവൻ സ്റ്റേറ്റ് പറയും. ഞാൻ രാജ്യം പറയുമ്പോൾ അവൻ ഭാഷ പറയും. അവിടെയുള്ള ഭാഷ പറയുമ്പോൾ ഇന്ന രാജ്യം എന്ന് പറയും. ചുരുക്കി പറഞ്ഞ ലോക വിവരങ്ങൾ മുഴുവൻ ആ കുട്ടിയുടെ തലയിലുണ്ട്. അതിനുശേഷം പിന്നെ ഖത്തറിൽ വെച്ചിട്ട് ഒരു പരിപാടിയിലും ഇതേ കുട്ടി അവിടെ വന്നിരുന്നപ്പോ ഞാൻ അത് അവിടെ തന്നെ ചെയ്തു. ഈ കുട്ടിക്ക് എല്ലാവരും ഇത് ആരാ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അറിയോ? ജ്യേഷ്ഠനാണ്. കാരണം ഒരു ജ്യേഷ്ഠൻ ഒരു അനുജനെ കരുതലോടെ കൊണ്ടുപോകാൻ. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരോട്, നിങ്ങൾക്ക് താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, നിങ്ങളെ കണ്ടിട്ടാ പഠിക്കുക.
ഈ കുട്ടികൾ കുറെ കഴിഞ്ഞാൽ ഈ പിഞ്ചു കുട്ടികൾ ഇപ്പൊ നിസ്കരിക്കുന്നുണ്ടാവും, മദ്രസയിൽ പോകുന്നുണ്ടാവും, അവര് നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ ജ്യേഷ്ഠന്മാരെ നിസ്കരിക്കാതാകുമ്പോ ഈ അനുജന്മാര് പറയും കാക്കസ്കരിക്കണില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ നിസ്കരിക്കണമെന്ന്. എന്റെ സഹോദര, നിങ്ങളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ പോലും, നമ്മുടെ അനുജന്മാര് പോലും ഇങ്ങനെ വേറൊരു പടനിലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് മുതിർന്ന ഒരു ലീഡറായി നിൽക്കാൻ നമുക്ക് പറ്റണം. യു ജസ്റ്റ് ഒബേ മീ, നീ എന്നെ ഫോളോ ചെയ്യടാ, ഞാൻ ചെയ്യും പോലെ ചെയ്യൂ എന്ന് പറയാൻ എന്തായിരിക്കണം? നമുക്ക് ത്രാണിത്തം ഉണ്ടാകണം. ഓരോ ജ്യേഷ്ഠന്മാർക്കും പഠനത്തിൽ നിങ്ങൾ ഉയർന്നു പോകുമ്പോ നിങ്ങളുടെ അനുജന്മാർ നിങ്ങളെ അനുകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകണം. എന്റെ ഈ മഹലിലെ എന്റെ സംഘാടകരോട് സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് എങ്ങനെ ഒരു സ്ട്രെസ്സിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. കാരണം അത് അവസാനിപ്പിക്കും വേണം, കുറെ മാറ്ററുകൾ പറയാനുണ്ട്. അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത്, ഇവിടെയുള്ള കുട്ടികൾക്ക് പോസിറ്റീവായ ലോകങ്ങൾ നമ്മൾ തിരഞ്ഞു കൊടുക്കണം. ഇതാ ഇവിടെയുള്ള ഉലമാക്കളൊക്കെ അതിന് സന്നദ്ധമായ, അതിന് പ്രാപ്തിയുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കണം. നിങ്ങളെ കുട്ടികളെ എത്തിക്കണം, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. എത്ര സ്ഥലത്ത് വലിയ വലിയ കോഴ്സസ് ഉണ്ട്, അവിടെ വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികളെ എത്തിക്ക്. മഹലിന് അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാകണം. അത് മഹല്ലുകാരെ ശ്രദ്ധിച്ചോളും. അതിന്റെ ടെസ്റ്റുകൾ ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് നീറ്റേ നമുക്കറിയൂ, അതല്ലാത്ത കുറെ എണ്ണത്തിൻ്റെതുണ്ട്. ആ ടെസ്റ്റുകൾ എഴുതിയാൽ നമ്മൾ കുട്ടികൾ അവിടെ എത്തിക്കാൻ പറ്റും. ഇപ്പൊ ചികിത്സാ രംഗത്ത് മഹല്ലുകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കുടുംബത്തിന്റെ കാര്യത്തിൽ തന്നെ ഉദാഹരണത്തിന് 35 ലക്ഷം രൂപ കൊടുത്താലായിരിക്കും കിഡ്നി മാറ്റിവെക്കാൻ പറ്റുമെന്ന് വെക്കുക. ആ കിഡ്നി മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യത്തിന് നമുക്ക് ജിപ്മറുമായി ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വലിയ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ടാൽ, വിദേശത്തിന്റെ അസീം പ്രേംജിയുടെ, ഞാൻ ഒന്നും കൂടി പറയാം, അസീം പ്രേംജിയുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിന് മഹല്ലുകാരാണ് എന്താക്കേണ്ടത്, മുന്നോട്ട് വരേണ്ടത്. ഞാൻ ആ വിഷയം എന്റേതല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ പറയുന്നില്ല. പക്ഷേ കുടുംബത്തിൽ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഒന്നാമതായി നമ്മൾ കൊണ്ടുവരേണ്ടത് മൂല്യമാണ്, സ്പിരിച്വാലിറ്റിയാണ്, അള്ളാഹുലുള്ള വിശ്വാസമാണ്. ഇന്നതാ നിയോ ലിബറലിസം എന്നതിന്റെ പേരിൽ ക്യാമ്പസുകളിലും സ്കൂളുകളിലൊക്കെ പല പല ചർച്ചകൾ നടക്കാൻ വ്യത്യസ്ത രാഷ്ട്രീയക്കാർ മുഖത്തിലുണ്ടാകാം. എല്ലാ രാഷ്ട്രീയക്കാരോടും കൂടി പറഞ്ഞുകൊള്ളട്ടെ, രാഷ്ട്രീയം വലുതാക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നമ്മൾ നിയോ ലിബറലിസത്തെ കൂട്ടുപിടിക്കരുത്. കാരണം നമുക്കൊരു മൂല്യമുണ്ട്, നമുക്കൊരു യശസ്സുണ്ട്. അതിലൂടെ മാത്രമേ നമ്മൾ കൊണ്ടുപോകാവൂ. നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ക്ലബ്ബുകൾ തുറന്നു കൊടുത്ത് ആ ക്ലബ്ബിൽ അംഗങ്ങളാക്കി അവസാനം പാതിരാത്രിയിൽ 1 മണിക്കും 2 മണിക്കും വീട്ടിലേക്ക് എത്തുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഈ മഹല്ലിലെ കുട്ടികളാകാൻ പാടില്ല. അവര് 3 മണിക്ക്, നിങ്ങൾ പറയുന്ന യൂറോപ്പ്, നിങ്ങൾക്ക് 8:30 മണി കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടൂല. രാത്രി 8:30 മണി കഴിഞ്ഞാൽ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടൂല. ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ 2 മാസം മുമ്പ് 9 രാജ്യത്ത് പോയി. ആദ്യം ഫ്രാൻസിൽ പോയി, അവിടുന്ന് ബെൽജിയം, പിന്നെ നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, അത് കഴിഞ്ഞിട്ട് പിന്നെ ലെങ്സെൻസ്റ്റൈൻ, അതിന്റെ അപ്പുറത്ത് പിന്നെ ഓസ്ട്രിയ, ഈ രാജ്യം വത്തിക്കാൻ, എല്ലായിടത്തും നമ്മൾ പോയി. ഈ രാജ്യത്ത് പോകുമ്പോഴൊക്കെ രാത്രി 9:45 മഗ്രിബ്, ഒന്നും കൂടി പറയാം, 9:45 ഏഷയല്ല കേട്ടോ, 9:45 മഗ്രിബ് നിസ്കാരം. നമ്മൾ ഈ വൈകുന്നേരം 6:45 തന്നെ മഗ്രിബ് കണ്ടിട്ട് പഠിച്ചതുകൊണ്ടാണ്. 9:45 അവിടെ മഗ്രിബ്. പ്രത്യേകിച്ചും ഫ്രാൻസിലും ബെൽജിയത്തിലും. ഫ്രാൻസിൽ എത്ര മസ്ജിദ് ഉണ്ടെന്ന് അറിയാം? 4000-ലേറെ പള്ളികളുണ്ട്. ജർമ്മനിയിൽ എത്ര പള്ളികളുണ്ടെന്ന് അറിയാം? നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക കുട്ടികളെ, 2700 പള്ളികളുണ്ട്. ഈ മഗ്രിബ് നിസ്കാരത്തിന് മുമ്പേ ഇവരൊക്കെ മഗ്രിബ് നിസ്കരിക്കുന്നവരൊന്നല്ല, 8:30 മണിക്ക് ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ കടയിലേക്ക് ചെന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് 8:30 ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. മുതലാളി പറയും സോറി ഇറ്റ്സ് ക്ലോസ്ഡ്. പിന്നെ സാധനം തരൂല. അവർ 8:30 മണിക്ക് അവസാനിപ്പിക്കും. അവിടെ കിടന്നുറങ്ങലോ ഒരു 9:30. നമ്മൾ പറഞ്ഞ യൂറോപ്പില് പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ നേരം വെളുക്കോളം ചില ആൾക്കാർക്ക് ചില ഏർപ്പാടുകൾ ഉണ്ടാവും. വേറെ എല്ലാ ദിവസവും കടന്നുറങ്ങല് 9:30 മുമ്പേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മഗ്രിബ് ഏശയാണ്. മുസ്ലിങ്ങൾ മാത്രമേ നിസ്കാരത്തിന് കാത്തുക്കളുള്ളൂ. മുസ്ലിങ്ങൾക്ക് പോയി മഗ്രിബ് ഏശയും നിസ്കരിക്കാതെ പറ്റൂലല്ലോ, അതുകൊണ്ട് മാത്രം. അല്ലാത്തവരൊക്കെ 9:30 മണിക്ക് കിടന്നുറങ്ങും. എന്നിട്ട് ഏർലി ടു ബെഡ് ആൻഡ് ബെഡിലേക്ക് ഏർലി ആയിട്ട് പോവാ, ഏർലി ഫ്രം ദ ബെഡ്, ഏർലി ആയിട്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. നമ്മൾ പറയുന്ന സായിപ്പന്മാരൊക്കെ അങ്ങനെയാണ്. സായിപ്പന്മാരെയാണ് നിങ്ങൾ, യൂറോപ്പിനെയാണ് നിങ്ങൾ അനുകരിക്കുന്നതെങ്കിൽ ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും, രാവിലെ തന്നെ എഴുന്നേൽക്കും. നമ്മളാകട്ടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പിന്നെ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ടറഫ് പോണ കുട്ടികൾ, ഇവിടെയൊക്കെ ടറഫുകൾ ഉണ്ടാവും. ടറഫ് പോണ എല്ലാ കുട്ടികളും പള്ളിക്കലെത്തും. അതിന്റെ അടിയിൽ തിരിച്ചൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ അതായത് പള്ളിക്ക് പോണ പലരും എവിടെ എത്തും? ടറഫിലെത്തും. എന്ന് പറഞ്ഞാൽ അല്ല, ഇതൊക്കെ മറച്ചിട്ട് നല്ല ഉഷാറായിട്ട് കളിക്കാൻ അവരവിടെ ഉണ്ടാവും.
ഞാൻ MT മുഹമ്മദ് ബഷീർ സാഹിബും കൂടി ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഓസ്ട്രേലിയയിൽ ഒരു പള്ളിയുടെ ചുറ്റുവട്ടത്ത് 7 ടർഫുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവിടെ പോയിട്ട് കുട്ടികളെ കണ്ടു. ഹിഫ്ള് പഠിക്കുന്നവര് ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നത്. അപ്പോ നമ്മളവിടെ മാത്രമൊന്നുമല്ല ഈ സാധനം ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മദ്രസ വരുന്നത് ഡ്യൂസ്ബറിയിലാണ്. ഡ്യൂസ്ബറി, ലണ്ടനിലെ ഡ്യൂസ്ബറിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മദ്രസ വരാനിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺഫിഡൻസിന് വേണ്ടി പറയാം. കുട്ടികളോട് ഇത് പറയുമ്പോൾ മനസ്സിലാവും. നമ്മൾ വിചാരിക്കും ദീന് എന്ന് പറഞ്ഞ സാധനം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കുറച്ച് സ്ഥലത്ത് മാത്രം തപ്പുകയാണെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ജർമ്മനി 2700. നിങ്ങൾ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് ജർമ്മനിയിൽ എത്ര മസ്ജിദ് ഉണ്ടെന്ന്, ഫ്രാൻസിൽ എത്ര ഉണ്ടെന്ന്. 600 ചില്ലാം പള്ളികളാണ് ലണ്ടൻ സിറ്റിയിൽ, UK-യില്, യുണൈറ്റഡ് കിങ്ഡത്തില് ക്രിസ്ത്യൻ സൊസൈറ്റി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ദീന് ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കാൻ, മര്യാദപൂർവ്വം അതെല്ലാം വളർന്നുകൊണ്ടിരിക്കാൻ. ലോകത്തിൽ എവിടെ പോയാലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. മിനിയാന്നാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ഉയർന്ന അവസ്ഥയിൽ ബാങ്ക് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായത്. ന്യൂയോർക്ക് എന്ന് പറയുന്ന മഹാസിറ്റിയിൽ ബാങ്ക് നിങ്ങൾ കൊടുത്തോളൂ ഉച്ചസ്വരത്തിൽ എന്നുള്ളത് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ദീന് ലോകത്തിൽ വലുതായിക്കൊണ്ടിരിക്കാൻ, എന്നാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കാൻ. അതില്ലാതെ നമ്മൾ നോക്കണം. നമ്മുടെ കുടുംബത്തെ ദീനിയായിട്ട് വളർത്തണം. കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള കാര്യങ്ങളെ അവർക്ക് വ്യാപിപ്പിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കാണിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കുട്ടികൾക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. അവസാനിപ്പിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തത്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ദയവ് ചെയ്ത് നമ്മൾ എന്താക്കരുത്, നമ്മുടെ ചങ്ക് ബ്രോസ് മാത്രം പോരാ. നമുക്ക് 3-4 ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ഒന്ന് ദീനീപരമായ ലക്ഷ്യം, അതാണ് നമ്പർ 1. നമ്പർ 2, നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ലക്ഷ്യം, പ്രൊഫഷണൽ ഗോൾ. എങ്ങനെ പഠിച്ച് നല്ല ഉയർച്ചയിലെത്തണം, അത് രണ്ടാമത്തെ ഗോളാണ്. മൂന്നാമത്തെ നമ്മുടെ ഫാമിലിയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് നമ്മുടെ ഗോളാണ്. അഥവാ നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ ജ്യേഷ്ഠനെ, നമ്മുടെ അനിയനെ, നമ്മുടെ അനിയത്തിയെ എങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടുവരണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കല്, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കല്, അവർക്ക് വേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കല്, ഞാനൊരു ജ്യേഷ്ഠൻ എന്ന നിലക്ക് അവർക്ക് നല്ല ഹീറോയായി നിന്ന് കൊടുക്കല്, ഇതൊക്കെ കുടുംബത്തിൽ നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ടതാണ്. നാലാമത്തത് സോഷ്യൽ ആയിട്ടുള്ള ഗോളാണ്. അഥവാ സമൂഹത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഇറക്കി വിടുന്നത് എങ്ങനെയായിരിക്കണം. കേവലം ഒരു ജോലിക്കാരനായിട്ട് മാത്രമല്ല. ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരാനിരിക്കുന്നു. അള്ളാഹു കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വർഗീയപരമായ പ്രശ്നങ്ങൾ, അതിന്റെ കെടുതികൾ ഒക്കെ മറ്റുള്ള സംസ്ഥാനം പോലെ കേരളക്കര കാണുമോ എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്ത് തെക്കും മുറിയിലെ കുട്ടികൾ, വിദ്യാഭ്യാസമുള്ള മക്കൾ, വ്യത്യസ്തമായ രീതിയിൽ പഠിച്ചിട്ടുള്ള മക്കൾ, എവിടെയെങ്കിലും വർഗീയപരമായ പരാമർശങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെരുമഴ പോലെ പെയ്തിറങ്ങണം. അതുകൂടി നമ്മുടെ ലക്ഷ്യമാണ്. മഹല്ല് എന്ന് പറഞ്ഞാൽ അതിനും കൂടിയുള്ളതാണ്. മഹല്ല് എന്ന് പറഞ്ഞാൽ മാഹൗലാണ്. ഇവിടെ ഹൈന്ദവരുണ്ടാകും, ക്രിസ്ത്യാനികളുണ്ടാകും, മറ്റ് ജാതിക്കാരുണ്ടാകും. ആർക്കും ഒരു പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. 21ന്റെ പ്രശ്നങ്ങൾ നടക്കുമ്പോ ആലി മുസ്ലിയാരെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെയുള്ള ഹൈന്ദവരും മുസൽമാനുമാണ് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് സൈന്യങ്ങൾ ഹൈന്ദവരെ വേറെ മാറ്റി അവരോട് സ്വകാര്യത്തിൽ പറയുമ്പോ അവര് വിരുമ്പുന്നത് കാണാണ്. ആ സമയത്ത് ആലി മുസ്ലിയാർ പറയുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾ ചരിത്രം പഠിക്കും. അവരെ മാറ്റി നിർത്തിയാൽ അവരെ മാറൂല. അവരുടെ കൂടി ആലി മുസ്ലിയാരാണ് ഞാൻ, അവർക്ക് കൂടി ഇമാമാണ് ഞാൻ. ഇതാണ് ആലി മുസ്ലിയാർ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്നീട് കേരളത്തിലേക്ക് വന്നാലും ഈ മഹല്ല് എന്നും ശാന്തമായി നിൽക്കും. അത് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ല വർഗീയതയിലേക്ക് നമ്മളില്ലെന്ന് നമ്മൾ ഉഗ്രമായി പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റണം. അഞ്ചാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് കുടുംബത്തിലെ ഏറ്റവും നല്ല സാഹചര്യം. അത് മാഹൗലാണ്. ഈ മാഹൗലിനെ തകർക്കാതിരിക്കാൻ കുടുംബത്തിൽ നീതിബോധമുണ്ടാവുക, പരസ്പര സ്നേഹമുണ്ടാവുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുതരം പ്രണയമുണ്ടാകണം. പ്രണയം ഉണ്ടാകണം എന്നാ ഖുർആൻ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലാണ് ഉണ്ടാകേണ്ടത്. മബദ്ദത്തു എന്നാണ് പ്രയോഗം. മബദ്ദത്തു എന്ന് പറഞ്ഞാൽ പരസ്പര പ്രണയം എന്നാണ് അർത്ഥം. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രണയമുണ്ടാകണം. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയാത്തവർക്കൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കുട്ടി ഇങ്ങനെ കളിച്ച് വളർന്നു വരികയാണ്. 6 വയസ്സായി 7 വയസ്സായി. ആ കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി എന്ന് വെക്കുക. ആ കുട്ടിയുടെ കുപ്പായം കാണുമ്പോ, ഞാനിതാ ഇന്നാള് നിങ്ങളുടെ ഈ ഭാഗത്തിന്റെ അപ്പുറത്തുള്ള ഒരു പുഴയിൽ ഒരു കുട്ടി മുങ്ങി മരിച്ച് അതിന്റെ ഉമ്മ വളരെ പ്രയാസപ്പെട്ടിട്ട് മാനസിക രോഗിയായി മാറി എന്നിട്ട് കുറെ സുഹൃത്തുക്കൾ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു. ആ ഉമ്മ അപ്പ ചെയ്യണ പണി എന്താണെന്നറിയോ? ഈ കുട്ടിയുടെ ഈ മറ്റെന്താ പറയാ ഡ്രസ്സ് എടുത്തിട്ട് മണപ്പിക്കുക, ആ കുട്ടിയുടെ കളിപ്പാട്ട് എടുത്തിട്ട് ഇങ്ങനെ കുലിക്കുക. അതിന്റെ മാനസിക രോഗം അങ്ങനെയാ. അത്ര വലിയ സ്നേഹമാണ് ആ കുട്ടിയോട്. അതുകൊണ്ട് കുട്ടിയുടെ കളിപ്പാട്ട് എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുക.
ചോദിക്കാൻ. ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യർക്ക് ഒരു മനുഷ്യനോട് സ്നേഹം തോന്നിയാൽ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനോടും സ്നേഹം തോന്നും. അതുകൊണ്ടാണ് മദീനയിലേക്ക് പോകുമ്പോ നമുക്ക് ആ മണല് കാണുമ്പോ, ആ പർവ്വതനിരകൾ കാണുമ്പോ നമ്മുടെ മനസ്സ് പിടക്കുന്നത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂമികയാണ് എന്നതുകൊണ്ടാണ്. ആ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുക. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞ് മദീനയിൽ കൂടുതൽ നിൽക്കുമ്പോ ഞങ്ങൾക്ക് ആ മര്യാദ പോകാറുണ്ട്. കാരണം അദ്ദേഹം ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനും കൂടിയാണ്. എന്ന് വെച്ചാൽ ആ മര്യാദ പോവാറുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യും, നാട്ടിലേക്ക് മടങ്ങും. എന്നിട്ട് 6 മാസം നാട്ടിൽ നിന്നിട്ടാണ് എന്താക്കല്, പിന്നെ തിരിച്ചു പോകലെന്നാണ്. അത്രമാത്രം സ്നേഹമാകണം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അതുണ്ടാകണം. ആ ഒരു രീതിയിൽ നമ്മുടെ മര്യാദപൂർവ്വമുള്ള ജീവിതത്തിൽ പരസ്പര പിണങ്ങല്ലേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, അമ്മായിമ്മയെ സ്വന്തം ഉമ്മയായി കാണാൻ നമുക്ക് പറ്റണം. ദയവ് ചെയ്ത പഴയ ക്ലീശേ ടൈപ്പുകൾ നിങ്ങൾ മാറ്റ്. അമ്മായിമ്മയും മരോളും കൂടി കൈയൊടിച്ചിട്ട് നല്ല കൂട്ടുകാരികളെ പോലെ നടക്കൂ. അപ്പോഴാണ് സ്നേഹപൂർവ്വമായ ഒരു ഇതുണ്ടാവുക. കുടുംബത്തിനൊരു നാഥൻ ഉണ്ടാകണം. നിങ്ങൾ ആരും വിചാരിക്കണ്ട കുടുംബത്തിലെ റേഷൻ കാർഡിലെ പേര് നിങ്ങളതാണെന്നുള്ളത് കൊണ്ട് നിങ്ങളാണ് നാഥ എന്ന് ഞാൻ പെണ്ണുങ്ങളെ ചെറുതാക്കി പറയല്ല. ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, ആണുങ്ങൾക്കുണ്ട്, എല്ലാം തുല്യം തന്നെയാണ്. പക്ഷെ ഒരു ക്രോണോളജി എല്ലായിടത്തും ഉണ്ട്. ആ ക്രോണോളജി നമുക്കറിയാലോ. DGP എന്നതിന്റെ താഴെയാണ് ADGP ഉള്ളത്, അതിന്റെ താഴെയാണ് IG ഉള്ളത്, അതിന്റെ താഴെയാണ് DIG ഉള്ളത്, അതിന്റെ താഴെയാണ് SP ഉള്ളത്, അതിന്റെ താഴെയാണ് DYSP ഉള്ളത്. ഇതേപോലെ ഒരു ക്രോണോളജി ഉണ്ടാകണം. അപ്പോഴേ മിലിറ്ററി നിലനിൽക്കൂ, അപ്പോഴേ പോലീസ് നിലനിൽക്കൂ, അപ്പോഴേ ഭരണം നിലനിൽക്കൂ. മുഖ്യമന്ത്രിയുടെ താഴെയാണ് എല്ലാ മന്ത്രിമാരും ഉണ്ടാവുക. ഇതേപോലെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാരണവർ കുടുംബത്തിനുണ്ടാകണം. കാഴ്ചപ്പാടാണ് പ്രധാനം. ആ കാഴ്ചപ്പാടിൽ നമ്മുടെ കുടുംബത്തിൽ 7 ആൾക്കാരുണ്ടെങ്കിൽ ആ 7 ആൾക്കാരും 10 കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്തണം എന്നതാണ് മിനിമം കാഴ്ചപ്പാട്. അഥവാ എന്റെ ഭാര്യ എവിടെ എത്തിക്കണം. അപ്പൊ നമുക്ക് തോന്നും ഭാര്യ ഇനിയിപ്പോ എവിടെ എത്താന്, ഓളെ പഴയ സ്കൂളും മദ്രസയില്ലേന്ന്. അവളെ എത്ര ടച്ചിനുണ്ടോണം, അവളെ എത്ര വട്ടം ഉംറക്ക് ഉണ്ടോണം, അവളെ എങ്ങനെ നമ്മളെ ബിസിനസ്സിൽ പാർട്ട്ണർ ആക്കണം, അവളെ എങ്ങനെയാണ് പാർട്ട്ണർ ആക്കാൻ തന്നെ ഓള് വന്നിട്ട് ഇടപെടുക എന്നുള്ളതല്ല. അവൾക്ക് നല്ല സ്വന്തമായിട്ടൊരു വരുമാനം, അവള് കുട്ടികളായിട്ട് നല്ല പോലെ കഴിയല്. ഭാര്യയെ വെച്ചിട്ടും ഒരു ഗോള് വേണം, മക്കളെ വെച്ചിട്ടും ഒരു ഗോള് വേണം. 10 വയസ്സായ ഒരു കുട്ടി നമുക്കുണ്ടെങ്കിൽ 25-ാമത്തെ വയസ്സിൽ അവൻ എവിടെ എത്തണമെന്ന് കൃത്യമായ ലക്ഷ്യബോധത്തോടെ കാരണവന്മാർ കൊണ്ടുപോകണം. അതിന് ഉപദേഷ്ടാക്കൾ ഉണ്ടാകണം, ഉലമാക്കളോട് ബന്ധങ്ങൾ ഉണ്ടാകണം. അങ്ങനെ പാരസ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ സുന്ദരമായ ഒരു ലോകം നമ്മൾ തീർക്കണം. 5 മണിക്ക് നദവി സാഹിബിനെ സംസാരിക്കാൻ ഉണ്ടായത് കൊണ്ടും ഇനി നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയം വേണമെന്നതുകൊണ്ടും ഞാൻ ഇവിടെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അഥവാ ആദ്യമായും അവസാനമായും ഉണ്ടാകേണ്ടത് ദീനാണ്. അള്ളാഹുവാണ് നമ്മുടെ കാവലാളെന്ന്, അള്ളാഹു മാത്രമാണ് നമ്മുടെ അധിപനെന്ന്, അവനോടാണ് നമ്മുടെ എല്ലാ അർപ്പണങ്ങളും എന്ന്, അവനിലേക്കാണ് ഇബാദത്തുകളെന്ന് സമ്പൂർണമായ അവസ്ഥയിൽ അള്ളാഹുവിനെ മാത്രം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ അനുഭവിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പറ്റണം. ഞാൻ പറയുന്നു, നിങ്ങൾ ശുക്റിന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ശുക്ർ ചെയ്യുമ്പോ അള്ളാഹു ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും. ഇതാ നിങ്ങൾ ഉലമാക്കളോട് ചോദിക്കുക അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്ന്. നിങ്ങൾ സുജൂദിൽ ചോദിക്കുക അള്ളാഹുവിനോട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട 3 ഗ്രന്ഥങ്ങളുണ്ട്. ഫുതുഹുൽ ഗൈബ്, ഫതുഹുർ റബ്ബാനി, ഗനിയത്തുൽ താലിബീൻ. അള്ളാഹുവിന്റെ എളിയൊരു പിന്നെ അള്ളാഹുവിന്റെ വലിയൊരു അപാരത കൊണ്ട് എളിയവനായി എനിക്ക് അത് ഓതാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ മുഴുവനും പറയുന്നത് ശുക്റാണ്, ശുക്റാണ്, ശുക്റാണ്. ശുക്ർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് നമുക്ക് എല്ലാ വിജയവും എന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഇർഷാദിന്റെ മർത്തബയിലേക്ക് എത്തുക എന്ന് ഉലമാക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹുവാണ് നമ്മുടെ എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഒറ്റ റോളേ ഉള്ളൂ, ഒറ്റ റോൾ മോഡലേ ഉള്ളൂ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആരുമില്ല. എന്റെ ചെറുപ്പക്കാരോട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ സൗന്ദര്യം കൊണ്ടാണോ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത്? 1000 കോടി ഖാൻമാരെ ഒന്നിച്ചു കൂട്ടിയാലും ഇല്ലാത്ത സൗന്ദര്യത്തിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിൽ പ്രശസ്തി കൊണ്ടാണോ നിങ്ങൾ ആളുകളെ സ്നേഹിക്കുന്നത്? ഈ കാണുന്ന ലോകത്തിലെ ഏകദേശം വരുന്ന 230ഓളം രാജ്യത്തിലെ മുഴുവൻ മിനാരങ്ങളിൽ നിന്നും ഒരൊറ്റ പേരെ മുഴങ്ങുന്നുള്ളൂ, അള്ളാഹുവിന്റെ കൂടെ. അത് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. 14 നൂറ്റാണ്ട് മുമ്പ് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ പ്രശസ്തിയിൽ എന്നും മുമ്പിൽ അള്ളാന്റെ റസൂൽ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാളുടെ സ്വഭാവം കൊണ്ടാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒരാളെ? ഇത്രമേൽ സ്വഭാവ വൈശിഷ്ട്യമുള്ള
ഒരാളെ നിങ്ങൾ കാണുകയില്ല. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റോൾ മോഡലാക്കി എടുക്കുക, പിന്നെ പ്രൊഫഷണലി ഉയരുക. ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും നന്നായിട്ട് പഠിക്കുക. ഭാവിയിൽ മഹല്ല് കൂട്ടം കൂടുമ്പോ ഇപ്പോഴും ഉണ്ടാകാം, ഇവിടെ ഡോക്ടർമാർ ആദരിക്കപ്പെടണം, എഞ്ചിനീയർമാർ ആദരിക്കപ്പെടണം, കലക്ടേഴ്സ് ആദരിക്കപ്പെടണം, ഈ മഹല്ലിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ആദരിക്കപ്പെടണം. എബവ് ഓൾ, അതിനേക്കാളും ഒക്കെ മുകളിൽ ഈ മഹല്ലിൽ നിന്ന് ഹാഫിളീങ്ങളെ, ആലിമീങ്ങളെ, അങ്ങനെയുള്ള ആളുകൾ ആദരിക്കപ്പെടുന്ന സദസ്സായി ഭാവിയിൽ ഇത് മാറണം. അങ്ങനെ പഠനത്തിന്റെ ലോകത്തിലൂടെ ഉയർന്നു പോകണം. എന്നും ഒരുമ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. വ്യത്യസ്ത സംഘടനക്കാരുണ്ടാകാം, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകാം, അതൊന്നും മഹല്ലിലേക്ക് കൊണ്ടുവരരുത്. എന്നും മഹല്ല് അങ്ങനെ സുന്ദരമായിട്ടേ പോയിട്ടുള്ളൂ. ഇനി ഒരു ക്യാൻസർ പോലെ, ഒരു കെടുതി പോലെ ആരെങ്കിലും അങ്ങനെ ദുഷ്ടലാക്കി വെച്ചിട്ട് ഉയർന്നു വരരുത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. എന്നും സ്നേഹത്തോടെ ഇവിടെ ഉണ്ടാകണം. എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനക്കാരും ഒരുമിച്ച് കൂടി കലാപങ്ങളോ കുഴപ്പങ്ങളോ ഇല്ലാതെ ഈ മഹല്ലിനെ, ഈ മഹൗലിനെ, ഈ അന്തരീക്ഷത്തെ നിലനിർത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.